ഹായ് അമ്മ. ഹായ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് അമ്മ അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്താ അത് അടുക്കളയില്ലാത്ത വേറൊരു സ്ഥലത്ത് വന്നിട്ട് അമ്മക്കുട്ടി ഇരിക്കണമെന്ന്. വേറൊന്നുമല്ല, മിനിഞ്ഞാന്ന് തുടങ്ങി തലവേദന അല്ലേ. അപ്പോൾ ഇന്നലെ കുറച്ച് ഭേദമായപ്പോൾ അമ്മ ഇനി ഒന്നും വേണ്ട, ഹോസ്പിറ്റലൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ട് മിണ്ടായിട്ടിരുന്നു. പക്ഷെ ഇന്നേക്ക് നന്നായിട്ടത് കൂടിയിട്ടുണ്ട്. പനി വന്നു അല്ലമ്മ. പനി വന്ന കാരണം കൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ച അടുക്കളയിലല്ലാണ്ട് ബെഡ്റൂമിൽ ഇരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന് കഴിച്ചു. ഇനി ഡ്രസ്സ് മാറിയിട്ട് ഒന്ന് പോകണം. ഇങ്ങനത്തെ ഒരു ദിവസം മാത്രമാണ് അമ്മ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുവരാൻ അനുവദിക്കുള്ളൂ അല്ലമ്മ. അപ്പോൾ ഞങ്ങളാരും പേടിപ്പിച്ചിട്ട് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ആയിരിക്കല്ല, അത് പനി വന്നിട്ടാണ്. ദയവ് ചെയ്ത് എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പേടിപ്പിച്ചോ അല്ലെങ്കിൽ അച്ഛൻ പേടിപ്പിച്ചോ എന്നൊന്നും വിചാരിക്കരുത്. ഇത് പനി വന്നിട്ട് ഉള്ളിൽ നല്ല പനി ഉണ്ടായിരുന്നു, അതിൻ്റെ ആയിരുന്നു ആ തലവേദനയൊക്കെ അല്ലേ. അപ്പോൾ എല്ലാം കൂടിയിട്ട് തലവേദനയൊക്കെ വന്ന് പിന്നെ നിങ്ങളോടൊരു യാത്ര പറയാണ്ട് എന്തായാലും പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും യഥാർത്ഥമായിട്ട് സ്വാഭാവികമായിട്ട് വിചാരിക്കും എന്താ അമ്മുക്കുട്ടി വരാണ്ടിരുന്ന്, അമ്മുക്കുട്ടിക്ക് വയ്യെന്ന് വിചാരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും അമ്മുക്കുട്ടിക്ക് വയ്യ. അപ്പോൾ ഇന്ന് എന്നോടൊരു ദേഷ്യപ്പെട്ടിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കണം. മിനിഞ്ഞാന്നൊരു തലവേദന വന്നു, അത് ഇന്നലെ വരെ വിട്ടുമാറില്ല. അപ്പോൾ ഇന്നലെ വീഡിയോ പിടിക്കുമ്പോഴൊന്നും അറിയില്ല, അത് അമ്മ അങ്ങനെയാണ്. ചിലപ്പോൾ ഉഷാറായിട്ട് അങ്ങോട്ട് വന്നാൽ ഒന്നും അറിയില്ല. അപ്പോൾ 2 നേരം കുളിച്ചില്ലേ? രാവിലെ കുളിച്ചു. വൈകിട്ട് കുളിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ചൂടുവെള്ളമൊക്കെ വെച്ച് തന്നാൽ അപ്പോഴേക്കും കുളിക്കേണ്ടിരിക്കായിരുന്നില്ലേ അമ്മയ്ക്ക്? അതുകൊണ്ടല്ലേ പനി പിടിച്ചത്. അപ്പോൾ നാളെ ആകുമ്പോഴേക്കും പനി മാറുന്നാണ് അമ്മ പറയണത് അല്ലമ്മ. അമ്മയാണല്ലോ ഡോക്ടർ, പറയൂ. അതൊക്കെ മാറി നാളെ ഞാൻ എൻ്റെ പഴയ എനിക്കിപ്പോ പനി കുറഞ്ഞു. ഇനിയിപ്പോ ഡോക്ടേഴ്സ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഒരു കാര്യത്തില്ല, എന്താ അറിയോ, മേലും കൈ വേദന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പോയി ഒരു ഇഞ്ചക്ഷനൊക്കെ എടുക്കണം അല്ലമ്മ. ഇഞ്ചക്ഷനൊന്നും വേണ്ട, അല്ല ഒന്ന് എടുപ്പിക്കാമ്മ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ കുറുമ്പ് കാട്ടാനൊന്നും പറ്റാത്തത് കൊണ്ട് ആ വിഷമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ മോങ്ങ കണ്ട എങ്ങനെ കുറുമ്പ് കാട്ടാൻ തോന്നുക? അപ്പോൾ ഇന്ന് സൈലൻ്റായിട്ട് വിടുക അമ്മേനെ അല്ലമ്മ. അപ്പോൾ അമ്മേനെ എല്ലാവരും അവിടെ ഓർത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളോടൊക്കെ യാത്ര പറഞ്ഞ് ഇനി ഡ്രസ്സൊക്കെ മാറി. ഇനി ഡ്രസ്സ് എന്തിനാ പറഞ്ഞ ഒരു പൊട്ടിട്ടിട്ട് പോയാൽ പോരെ? നമുക്ക് സാരി ഉടുക്കണം. പുറത്തിറങ്ങണമെങ്കിൽ സാരി ഉടുക്കാണ്ട് പറ്റത്തില്ല അല്ലേ. അപ്പോൾ സാരിയൊക്കെ ഉടുക്കുക. അപ്പോൾ വൈക്കോ? പെട്ടെന്ന് ഉഷാറാവും, അതിലെനിക്ക് സംശയമില്ല. പിന്നെ അതുപോലെ തന്നെ ആ 3 കാവൽക്കാർ പിന്നമ്പുറത്തിരിക്കുന്ന ആരാന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. അത് ഭയങ്കര കാവൽക്കാരാണ്. ഇപ്പുറത്തിരിക്കുന്നത് വിനുക്കുട്ടനും അനുമോളുമാണ്. നടുക്കിൽ ആ ചേറിൽ വരണ്ട പോലെ ഇരിക്കില്ല, അതാണ് ഞാൻ അല്ലമ്മ. അതാരാ നമ്മ പറഞ്ഞിട്ടില്ലല്ലോ. ആ അമ്മ. അപ്പൊ അച്ഛന് മാത്രം ബൊമ്മ വെച്ചിട്ടില്ലേ? അപ്പൊ ഇതാ അമ്മയും 3 മക്കളും അതായിരിക്കണോ. ആ തൊപ്പിയിട്ടിരിക്കണതാണ് ചോട്ടപ്പൻ. അപ്പുറത്തെ ചുവമ്പ് കളർ ലിപ്സ്റ്റിക് പോലെ ഇരിക്കുന്നതാണ് അനുമോള്. ആ നടുക്കിൽ ഇതാ കുളിക്കാണ്ട് എത്ര വർഷമായി എന്ന് തോന്നുന്ന രീതിയിൽ അനുമോള്. അത് ഓരോരുത്തരും ഓരോ നിറാണ് തിരഞ്ഞു വെച്ചിരിക്കണം അല്ലേ. ആ വെളുത്ത കുട്ടപ്പനായിട്ടിരിക്കുന്നത് ചോട്ടപ്പൻ. നടുക്കിൽ അത് ഏതോ കണ്ടത്തുനിന്ന് എടുത്തുകൊണ്ടെന്ന് വെച്ച പോലെ ഇല്ല, അതാണ് ഞാൻ. ആ ചുവപ്പ് കളർ, അതെന്താ ചുവപ്പ് ഉദ്ദേശിച്ചത്? കമ്മ്യൂണിസ്റ്റുകാരിയാ? അപ്പത്തിൽ കുങ്കുമത്തിന്റെയും ലിപ്സ്റ്റിക്കിന്റെ ഒക്കെ കളർ വരട്ടെ വന്നത് ചുവപ്പാക്കി. അമ്മ നല്ല വെള്ള ഉരുണ്ട ബൊമ്മ, അത് അമ്മേനെ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ അമ്മേനെ നിന്ന് കൊണ്ടുപോയിട്ട് ചൂട് ചായ മേടിച്ചു കൊടുത്ത് ഞാനൊരു ഐസ്ക്രീം കഴിച്ചിട്ടൊക്കെ വരും. ഇല്ലമ്മ ഇല്ലില്ല, ഞാനൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ എല്ലാവരോടും പറയും. അപ്പോൾ ഞാൻ ഇനി പോയിട്ട് ഡ്രസ് ചെയ്ത് സാരിയെ കൊടുക്കണ്ടേ, ഒരു 10 മിനിറ്റൊക്കെ ആവില്ലേ. എന്നിട്ട് ഡോക്ടറെ കണ്ട് മരുന്ന് പനി കുറഞ്ഞിട്ടുണ്ട്, മേലും കൈയും വേദനയും കുറച്ച് ക്ഷീണമുണ്ട്. അപ്പോൾ മരുന്നൊക്കെ മേടിച്ചിട്ട് വരാം. നാളെ ഉഷാറായിട്ട് വരാം കേട്ടോ. കുറച്ച് കഴിക്കെങ്കിൽ മതി, ഞാൻ വന്നോളൂ കേട്ടോ. നാളെ നമ്മുടെ അടുക്കളയിൽ നമ്മൾ വന്നിരിക്കും അല്ലമ്മ. പിന്നെ എനിക്ക് നിങ്ങളൊക്കെ കാണണ്ടേ, നിങ്ങൾക്ക് എന്നെയും കാണണ്ടേ. അപ്പൊ ഞാൻ എന്തായാലും ഇന്ന് ഫുള്ള് റെസ്റ്റ് എടുക്കട്ടെ. ഒരു പനി അമ്മേനെ 2 ദിവസം വരെ ഇതുവരെ കടത്തിയിട്ടില്ല, ഇനി മുന്നോട്ട് കടത്തൂല്ല അല്ലമ്മ. ശ്രദ്ധിക്കേണ്ട വന്നാണ് പനി. അവരുടെയൊക്കെ സ്നേഹവും അനുഗ്രഹവും എല്ലാം എന്റെ കൂടെ ഉള്ളപ്പോ എനിക്കൊന്നും കൂടുതലായിട്ട് ഉണ്ടാവും. നാളെ ഞാൻ ഉറപ്പായിട്ട് വരും കേട്ടാ. വന്നിട്ട് ഫുള്ള് ഉഷാറായിട്ട് ഈ വാടിയ മുഖമൊക്കെ മാറി നല്ല ചിരിയോട് കൂടിയിട്ട് നാളെ വരും അല്ലമ്മ. ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളോട് കൂടുതൽ നേരം കാണാത്തതുകൊണ്ട്
ആരും വിഷമിക്കരുത്. നാളെ ഫുൾ ഹെൽത്തി ആയിട്ട് അമ്മ വരുന്നതായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും ഇതുവരെ ഒരു പനി അങ്ങനെ നീണ്ടു നിന്നിട്ട് പിറ്റേ ദിവസം വരെ റെസ്റ്റ് എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ഇല്ല. ഇത് ഇന്നലെ രാത്രി തുടങ്ങി ഇന്നത്തോടു കൂടി അത് ഞാൻ ഈ അവസാനിക്കും. കുളിച്ചിട്ട് എണ്ണയൊക്കെ ഇട്ട് കുളിച്ചത് കാരണം കൂടിയതായിരുന്നു. അതുകൊണ്ട് അച്ഛനും മകനും രണ്ടാളെ എന്നെ കുറേ ചീത്ത പറഞ്ഞു. അപ്പോൾ എന്നെയും അനുമോളെയും വിനുമോനെയും ഒന്നും ഒരുമിച്ച് കണ്ടില്ല എന്നുള്ള വിഷമം വേണ്ട. ആ ചുവപ്പ് തൊപ്പിയിട്ടിരിക്കുന്നത് വിനുമോൻ, ഫുള്ള് ചുവപ്പായിട്ടിരിക്കുന്ന അനുമോൾ, ആ നടുക്കിൽ കണ്ടില്ലേ ഏതോ കണ്ടം മൂട്ടിയപ്പോൾ കിട്ടിയതാ തോന്നുന്നുണ്ട്. അതാണ് ഞാൻ. പക്ഷെ ഒരു ടൈ ഒക്കെ ഉണ്ട് കേട്ടോ കഴുത്തിൽ, അതൊരു ഭാഗ്യമുണ്ട്. അതേങ്ങനെ ഇടീച്ചിൻ്റെ അമ്മ. ബാക്കി രണ്ടുപേരുടെ നെഞ്ഞത്തെ ലവ് സിമ്പലാണ്. എനിക്കതൊന്നും ഇല്ല. അതെനിക്ക് കിടക്കിട മുറിയിൽ വെക്കുമ്പോ ഞാൻ വെറുതെ എനിക്ക് അമ്മ അങ്ങനെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. വെറുതെ പറയാണ്, അതുകൊണ്ട് ഇപ്പൊ പറയാണ്. അമ്മ പറയും ഇത് അനുമോള്, അത് ചോട്ടപ്പൻ, ഇത് വിനു പറയും. അതിൻ്റെ മടിയിലാണ് ഈ വലിയ ബൊമ്മേനെ എടുക്കാറ്. ഇപ്പം ഇങ്ങോട്ട് മാറ്റി വെച്ചെടുക്കുകയാണ് അല്ലേ? അപ്പോൾ എല്ലാവരോടും ഒരു ബായൊക്കെ പറയും, നാളെ കാണാൻ പറയും. അപ്പോൾ എല്ലാവർക്കും പോയി. ഞാനിപ്പം ഇനി ഡോക്ടേഴ്സ് പോണ്ടേ, അപ്പം പുറപ്പെട്ടിട്ട് പോകാൻ നോക്കട്ടെ. അപ്പം ഇന്ന് ഫുള്ള് റെസ്റ്റാണ്, അടുക്കളയിലേക്കൊന്നും പോകുന്നില്ല. നാളെ ഞങ്ങൾ പുറത്തുനിന്നാണ് മേടിക്കുന്നത്. നാളെ ഞങ്ങൾ ഉഷാറായിട്ട് വരുന്നതായിരിക്കും. ഞാൻ ഉഷാറായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കും. ഗുഡ് മോർണിംഗ് ഒക്കെ അപ്പം ഉഷാറായിട്ട് പറയാട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.